അപ്പൊ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എവിടെ പോവാ? സ്കൂളിൽ പോവാണോ? ഇന്ന് കുഞ്ഞിന്റെ നഴ്സറിയുടെ ലാസ്റ്റ് ദിവസമല്ലേ? ഇന്ന് പോയിട്ട് എല്ലാരോടും ബൈ ബൈ പറയുവോ? സങ്കടമുണ്ടോ നഴ്സറിയിൽ നിന്ന് മാറുന്നതിന്? ഇല്ലേ? ടീച്ചറിനെ മിസ് ചെയ്യോ? ടീച്ചറിന്റെ പേരെന്തായിരുന്നു? ആണോ? അവരെ മിസ് ചെയ്യോ? ചെയ്യില്ല. ചിഞ്ചുമോൾ രാവിലെ പല്ലൊക്കെ തേക്കാൻ തീരുമാനിച്ചല്ലോ. ഓ, ഇതാരും എഴുന്നേറ്റ്. അയ്യോ. എന്നിട്ടേ പാപ്പു ഇനി റിസപ്ഷനിലോട്ട് പോവാ അല്ലേ? അയ്യോ, വലിയ സ്കൂളിലോട്ട്. ഇനിയിപ്പം കളർ ഡ്രസ് ഒക്കെ ഇട്ടുണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. യൂണിഫോം ഒക്കെ ഇട്ട് വേണം പോവാൻ. ആണോ? ഓ, യൂണിഫോം ഒക്കെ മേടിക്കണം അല്ലേ? പിന്നെ പെൻസിൽ കിട്ടും. അപ്പോൾ ഷോപ്പിൽ മേടിച്ചിട്ടുണ്ട്. മമ്മ വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ പോയിട്ട് അപ്പോൾ പഠിച്ചിട്ട് ഞാൻ വീട്ടിൽ വരും. ആണോ? ഓക്കെ. പിന്നെ ഇന്ന് രാവിലെ നേഴ്സറി ചെന്നിട്ട് ബക്കിയോടും ട്രേസിയോടും എല്ലാം ബാബായി പറയണം കേട്ടോ. എനിവേ, അവ സെയിം സ്കൂളിൽ തന്നെ ആണല്ലോ പാപ്പ പഠിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? ഓ, അപ്പൊ എന്നാ പിന്നെ നഴ്സറി പോയിട്ട് വാ കേട്ടോ. പോയി ഡ്രസ്സൊക്കെ ചെയ്യേ. പാപ്പുവേ, എന്നാ പന്നോ? മമ്മി ഇവിടെ ഉണ്ട്. കുഞ്ഞെന്തെടുക്കുവാ? കഴിഞ്ഞോ? എന്തോ കഴിഞ്ഞു? ഓർക്ക പറ. ഞാൻ അപ്പിയിട്ട് കഴിഞ്ഞു. എന്താണ് രണ്ടുപേരും ഇവിടെ പരിപാടി? ഇപ്പൊ നഴ്സറി പോണ്ടേ? കുട്ട എന്നെങ്ങനെ ഇരിക്കുന്നേ? കഴിഞ്ഞ വർഷം ചേച്ചി നഴ്സറി പോകാൻ തുടങ്ങിയപ്പോ കുട്ടായി കുഞ്ഞതായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ കൂടത്ത് കെട്ടിപ്പിടിച്ചിരിക്കുവാണ്. ചേച്ചി നഴ്സറി വേണ്ട. ഇന്ന് ബെക്കിയോടൊക്കെ ബൈ പറയണം. അത് കഴിഞ്ഞിട്ട് ഇനി ബിഗ് ഗേളാ റിസപ്ഷനിലാ പോന്നെ. ഇന്ന് നമ്മള് നഴ്സറി പോയിട്ട് പിന്നെ 4 വീക്സ് പോത്തില്ല. റിസപ്ഷനിൽ സെപ്റ്റംബർ തുടങ്ങും. ബേക്കിയോട് ചോദിച്ചോ? നമുക്ക് ഇന്ന് ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. എന്നാ എഴുന്നേക്കാവോ? പല്ല് കേക്കണ്ടേ? എന്നാ പോണ്ടേ നഴ്സറിയില്? എന്നാ ഇച്ചായ പാപ്പയുടെ നഴ്സറി പോണ്ടാന്ന് കേട്ടോ. ഓക്കെ, എന്നാ പപ്പ പല്ല് കേക്കോ? പപ്പ പോയി നഴ്സറിയില്. പാപ്പുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. പാപ്പുവിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ പാപ്പു? ഹസനും പിന്നെ മൈക്കിളും പിന്നെ ഈഡനും ഹാസിയും പിന്നെ നിസ്യും പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ. എല്ലാരും പേര് പറഞ്ഞല്ലോ. ഇവരെല്ലാം കുഞ്ഞിന്റെ കൂട്ടത്തിന്റെ റിസപ്ഷനിലും വരും. എല്ലാരും വരും. അല്ല ജയിജിയുടെ മമ്മിയുടെ സിസ്റ്റർ ഇല്ലേ? അപ്പൊ അത് വരും. ജയിച്ചൊരു സിസ്റ്റർ നഴ്സറി പോവും. ഓക്കെ, അപ്പൊ നമുക്കിപ്പൊ പല്ല് തേച്ചിട്ട് നമുക്ക് നഴ്സറി പോവാം. പല്ല് കേൾക്കണം.
പാപ്പു അങ്ങനെ ഗുഡ് ഗേൾ ആയിട്ട് പല്ല് കേൾക്കും അല്ലേ? നഴ്സറിയുടെ ഫസ്റ്റ് ഡേയിൽ മമ്മി പാപ്പിന് ഹെൽപ്പ് ചെയ്തു, പക്ഷെ ഇപ്പൊ പാപ്പു തന്നെ പല്ല് കേൾക്കുന്നല്ലേ? എങ്ങനെ എന്താ പറഞ്ഞ? അല്ല, മമ്മി ഹെൽപ്പ് ചെയ്യാൻ വേണ്ട, ഞാൻ തന്നെ ചെയ്യും. ഓക്കെ, ഗുഡ് ഗേൾ. പല്ല് തേച്ചില്ലെങ്കിൽ എന്നാ പറ്റും? പൂപ്പ വരും. എന്തോ പൂപ്പ വരും. പുഴുപ്പല്ല് വരുവോ? അയ്യോ, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പല്ല് തേക്കുന്നേ. ഓക്കെ, പല്ല് തേച്ചോ. പാപ്പുനെല്ലാം അറിയാമല്ലോ, പല്ല് തേച്ചില്ലെങ്കിൽ പുഴുപ്പല്ല് വരും. പിന്നെ എങ്ങനെ പല്ല് വേറെ എന്തൊക്കെ കഴിച്ചാലാ പുഴുപ്പല്ല് വരുന്നേ? ഫ്രൂട്ട്സ് കഴിച്ചാൽ പൂപ്പ് വരുന്നിട്ട് നമ്മ പല്ല് വെക്കണം. ഫ്രൂട്ട്സ് കഴിച്ചാൽ നല്ലതാ, ഹെൽത്തിയാ. വേറെ എന്ത് കഴിച്ചാലാ? അല്ല, ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മൾ ബ്രഷ്. ഓ, ഫ്രൂട്ട്സ് കഴിച്ചാലും നമ്മൾ ബ്രഷ് ചെയ്യണം അല്ലേ? ഓ, മനസ്സിലായി. എല്ലാം അറിയാമല്ലോ. പെട്ടെന്ന് പല്ല് തേക്ക്, നമുക്ക് പെട്ടെന്ന് ഡ്രസ് ഇട്ട് ഇറങ്ങണം. നമ്മൾ ഒത്തിരി ലേറ്റ് ആവുമല്ലോ. ഇത് ഇവിടെ പൂപ്പ് ഉണ്ട്, അപ്പൊ അതായത് ഞാൻ പല്ലേക്കണേ. ഓ, അവിടെ പുഴുപ്പല്ലുണ്ടോ? നമുക്ക് ഇനിയും പുഴുപ്പല്ല് വരാതിരിക്കാൻ നോക്കാം കേട്ടോ. പെട്ടെന്ന് പല്ല് കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ രാവിലെ പല്ല് നമുക്ക് എന്റെ പല്ല് പൂപ്പ് നമുക്ക് നോക്കാം. ഓക്കെ. നിക്കുവാണോ? കിടന്നു കേക്കോ കണ്ടേ. എന്തെടുക്കാൻ പോവാ? വേണ്ട, അമ്മ എടുത്തോളാം. പാപ്പു അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പാപ്പു ഡ്രസ് ഇടാൻ പോവാ അല്ലേ? തന്നെ ചെയ്യുമല്ലോ. ഗുഡ് ഗേൾ. എന്തെടുക്കു പാപ്പു? സോക്സ് ഇടുവാണോ? എല്ലാം ഇപ്പൊ തന്നെ ചെയ്യുമല്ലോ, മമ്മിയുടെ ഹെൽപ്പ് വേണ്ട. ബിഗ് ഗേൾ ആയല്ലോ, സൂപ്പർ. കുട്ടായി എന്തെടുക്കുവാ? ഇച്ചായ കുട്ടായി എന്തെടുക്കുവാ? പപ്പ കുട്ടായിയെ റെഡിയാക്കുന്നു. പാപ്പു ഇവിടെ സ്വന്തമായിട്ട് റെഡിയാവുന്നു നഴ്സറി പോവാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷെ പാപ്പുവിന് മുടി കെട്ടാൻ മമ്മിയുടെ ഹെൽപ്പ് വേണം അല്ലേ? ഹെൽപ്പ് വേണ്ടേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പം മുടി രണ്ടായിട്ട് കെട്ട് മമ്മി തരാം. ഇതാരാ ഇത് വന്നേക്കുന്നേ? ഓക്കെ. രണ്ടായിട്ട് നമുക്ക് കെട്ടാം. അതാ ബ്യൂട്ടിഫുള്ള്. ആൾക്കാർ ഷെയിം എന്തിനാ വെക്കുന്നേ? കുഞ്ഞിന് രണ്ടായിട്ട് കിട്ടിയാല് ബേബി ഷോ. പാപ്പു ഞങ്ങളുടെ ബേബിയാ ഇപ്പോഴും പാപ്പു. മമ്മി കെട്ടിത്തരാം. ഒത്തിരി നേരമായല്ലോ ഇത് മുടി കെട്ടി തുടങ്ങിയിട്ട്. ഓഹോ, അടിപൊളിയായിട്ടാണല്ലോ മുടിയൊക്കെ കെട്ടി വിടുന്ന മമ്മി. ഓഹോ, ആഹാ, സൂപ്പർ. രണ്ടായിട്ട് കെട്ടണ്ട, ഒറ്റയായിട്ട് കെട്ടിയാ മതി. ഞാൻ പറഞ്ഞു രണ്ടായിട്ട്. ഇപ്പോഴെയോ? അവള് ബേബി അല്ല. ഓഹോ, ആണോ പാപ്പു? എങ്ങനെ രണ്ടായിട്ട് കെട്ടണോ? ആണോ? വേണ്ട, പുറകെ കെട്ടണം. ഒറ്റ മുടിയായിട്ട് കെട്ടിത്തരണോ? വെല്ലുവിളിയാ. ഓഹോ, ഇപ്പോഴൊക്കെ രണ്ടായിട്ട് കെട്ടാൻ പറ്റൂ. കുറച്ച് കഴിയുമ്പോ നിനക്ക് ആഗ്രഹിച്ചാലും നീ കെട്ടാം. പക്ഷെ നമ്മൾ പിന്നെ അങ്ങ് മടിക്കും രണ്ടായിട്ടൊക്കെ കെട്ടാൻ. ഇപ്പൊ ഈ കുഞ്ഞു പ്രായത്തിലല്ലേ രണ്ടായിട്ടൊക്കെ മുടി പിന്നെയൊക്കെ ഇട്ടിട്ട് പോന്നല്ലേ? പിന്നെ നമുക്ക് ഒന്നായിട്ട് കെട്ടിയിടാം. പാപ്പു എന്ത് പാപ്പു? പാക്കയുടെ മമ്മി ഫിനിഷ് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇതൊന്നും ഇഷ്ടമായില്ല. അയ്യേ, ഫ്രണ്ട് ഭയങ്കര ബോറാട്ടോ. ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് മമ്മി ബാക്കോട് ഫിനിഷ് ചെയ്യട്ടെ. ഇങ്ങോട്ട് ഓടി വാ. സമയം പോവാ. ദേണ്ട നോക്കിയേ, 8:30 ആവുന്നു. 8:30 കണ്ടോ? എന്നും ലേറ്റ്. എന്നും ഞാൻ അവിടെ ചെല്ലും. കണ്ടോ? 8:30 ഇതുവരെ ആരും ഒരുങ്ങിയിട്ടില്ല. കണ്ടോ പാപ്പു? എന്തായി? പറഞ്ഞോ. 10:30 അല്ലടി, 8:30.
ഉണ്ടോ കുട്ടായി പറയുന്നത് കേട്ടോ ആ 45 ആകുമ്പോൾ ക്രേസി കഥ കാണിക്കും. ആ അതിന് മുന്നേ നമ്മൾ ചെയ്യണം. ആ ഇത് ഓക്കെ ഓക്കെ കട്ട് ചെയ്തു. ആ ഓക്കെ 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 എന്തായാലും പെട്ടെന്ന് ഒരുങ്ങുക കേട്ടോ. സമയം ഒത്തിരി പോയി. എന്നും നമ്മൾ ലേറ്റാ, എന്നും ലേറ്റാ. ആ വാവ്, അതെന്താ ബട്ടർഫ്ലൈ ആണോ? വെള്ള ബട്ടർഫ്ലൈ ആണോ? അങ്ങനെ നമ്മുടെ പാപ്പുവിന്റെ ലാസ്റ്റ് ഡേ നഴ്സറിയിൽ വന്നു. ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ വർഷം നഴ്സറിയുടെ ഫസ്റ്റ് ഡേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എപ്പോൾ കാണുമ്പോഴും. കാരണം നമുക്ക് നമ്മുടെ കുട്ടിയുടെ ആദ്യത്തെ നഴ്സറിയുടെ ഫസ്റ്റ് ഡേ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുപോലെ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ആരെയും നഴ്സറി കൊണ്ടാക്കിയിട്ടില്ല. അവരെങ്ങനെ അവിടെ ഉണ്ടായിരിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കും. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ വന്നിരിക്കുന്നു. ഇനിയും പാപ്പു സെപ്റ്റംബർ മുതൽ റിസപ്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ്, അതായത് ലാസ്റ്റ് ഡേ ഓഫ് നഴ്സറി, ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ചിഞ്ചുമോളെ എന്നെ എടുക്കുവാടി. പാപ്പുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. സമയം അങ്ങോട്ട് നോക്കി, 8:30 ആയി കേട്ടോ. ഞാൻ എന്നും ഇങ്ങനെയല്ല, ഞാൻ 8:50 ആകുമ്പോഴെങ്കിലും ചെല്ലാൻ നോക്കും. 9 മണി ആക്കരുത് പ്ലീസ്. ഡ്യൂട്ടിക്ക് പോയാൽ ലേറ്റ്, പള്ളിയിൽ പോയാൽ ലേറ്റ്, കൊച്ചിനെ വിടാൻ പോയാൽ ലേറ്റ്, ഫുൾ ലേറ്റ് ആണല്ലോ. ഇത് ലേറ്റ് ഫാമിലിയാണ്. അതുകൊണ്ടല്ലേ നമ്മളോട് ആരെന്ത് കാര്യം പറഞ്ഞാലും നമ്മളോട് എപ്പോഴും പറയുന്നത് കറക്റ്റ് സമയത്ത് വരണം. പക്ഷെ അത് ക്രെഡിറ്റ് എടുക്കുന്നതല്ല, കാരണം പിള്ളേരെയൊക്കെ ഒരുക്കിക്കൊണ്ട് വരണ്ടേ. നമ്മൾ പണ്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ പല സ്ഥലത്തും പാപ്പു പാപ്പു മോം വരച്ചു കഴിഞ്ഞോ? ആണോ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? കുട്ടനാട് തലയിടാൻ പോവാണോ അത്? ഇവന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് കേട്ടോ. കുട്ടായിക്ക് പാലെടുക്കണം. പിന്നെ പാപ്പുവിന് അല്ല അപ്പൊ പറഞ്ഞത് കുട്ടായിക്ക് പാലെടുക്കണം. പിന്നെ ഫസ്റ്റ് ഡേ നഴ്സറിയിൽ പാപ്പു കഴിച്ചിട്ട് പോയത് എന്തൊക്കെയാ? ഇഡ്ഡലി, സാമ്പാർ, മുട്ട പിഴിഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഡെയിലി നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ടൈം ഇല്ലാത്ത സമയത്ത് നമ്മൾ പാപ്പുവിന് കൊടുക്കുന്നത് വീറ്റാബിക്സ്, പിന്നെ അവൾക്ക് ഇഷ്ടമാണ് മറ്റേ എന്താ അതിന്റെ പേര്, അവൾ ഓറിസ് എന്നാ പറയുന്നത്. പക്ഷെ എനിക്കതിന്റെ പേരറിയത്തില്ല. കോൺഫ്ലെക്സ് ഒന്നും അല്ല, വേറൊരു സാധനം, അതാണ് അവൾക്ക് ഇഷ്ടം, അത് കൊടുക്കും. അപ്പം അതിൽ നാം കൊടുത്തേക്കാം. കാരണം അവളുടെ ഇഷ്ടം പോലെ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ നഴ്സറിയിലെ. ഇതാണോ ഓറിസ് എന്ന് പറഞ്ഞ സാധനം? പക്ഷെ ഇത് ഹെൽത്തി ഒന്നും അല്ല, നമ്മൾ അങ്ങനെ എപ്പോഴും കൊടുക്കാറൊന്നുമില്ല. പക്ഷെ 3 മണിക്കൂറുള്ളൂ പാപ്പുവിനെ നഴ്സറി. 11:45 ആകുമ്പോൾ പാപ്പുവിനെ നഴ്സറി കഴിയും, തിരിച്ചു വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫുഡ് കൊടുക്കാമല്ലോ. പെട്ടെന്ന് 5 മിനിറ്റ്സേ ഉള്ളൂ പാപ്പുവിന്. കുട്ടായി നോക്കി നിൽക്കുവാണേ. കുട്ടായി കൂടെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പാപ്പു മോളെ, ഈ സമയത്ത് നിശബ്ദതയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? ക്ഷമ. അക്ഷമയായി കഴിഞ്ഞാണല്ലോ എന്റെ സ്വഭാവം മാറും. തന്നെ കഴിക്കാൻ പറഞ്ഞു, അത് ഞാൻ മക്കളെ പെട്ടെന്ന് കഴിച്ചാട്ട്. സമയം എത്രയായി? 3 മണിയായി. സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പാപ്പു സമയം എടുത്ത് പതുക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് കഴിച്ചാട്ടെ മോനെ, പെട്ടെന്ന് കഴിച്ചാട്ടെ കേട്ടാ. ചിഞ്ചുമോളെ പെട്ടെന്ന് വാ, സമയം പോയിന്നേ. ആ നമുക്ക് പാക്ക് ചെയ്യും. ഇരിക്കുന്ന കൊച്ചിനൊക്കെ എടുത്തോണേ. പോട്ടെ പോട്ടെ, ചെരുപ്പിടെ പോ. അയ്യോ, ബ്ലസ് യു. ആ ചെല്ലു, ചെരുപ്പിട് ചെരുപ്പിട് ചെരുപ്പിട്. പിന്നെ എല്ലാം കൂടെ കൊണ്ടുപോകും. പിന്നല്ല, ആ കുട്ടായി എടുത്ത് ബാഗ് ഇടേ.
പാപ്പു തന്നെ ചെരുപ്പിട്ടെ. ആ മിടുക്കി. ഇങ്ങനെ ആയിട്ടല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടായി ഇവരല്ലേ ഇവിടെ നമുക്ക് വീണ് ഗുഡ് ഗേൾ. ആ ഇനി കഥ തുറന്നേ. ആ അവിടെ ആണോ മറ്റേ തുറന്നേ? ഏതാ? അതല്ലല്ലോ, മറിക്കേ. ഇത് തുറക്കണ്ടേ? എന്നിട്ട് ഇത് പിടിക്കണം. കുഞ്ഞിന്റെ ബാഗ് എന്തി? ബാഗ് പിടിച്ചേ. താങ്ക് യു. എന്തോ അവന് പൂ വേണോ? മേടിക്കാലോ നമുക്ക്. ആ പെട്ടെന്നാലും. ഇല്ല, ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് അങ്ങ് ഇറങ്ങാന്നുള്ളതേ ഉള്ളൂ. എന്നെ കാണിക്കണ്ട പോ. ആ ചെല്ല് വണ്ടി കയറ്. റെഡിയാണല്ലോ? സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് തന്നെ ഇരുന്നോ? ആ ഓക്കെ. മറ്റേ ആളെന്തി? പെട്ടെന്നായിട്ട് കേട്ടോ, സമയം പോയി കേട്ടോ. അതെ കയറി. പറപ്പിക്കാൻ പോവാ. ഇവിടെ നമുക്ക് എത്ര 2 മിനിറ്റ് പോലെ അല്ലേ ഉള്ളൂ. ഇല്ല, ഷോ കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് ദൂരെ പോകുന്നു. അങ്ങനെ നമ്മൾ പാപ്പുവിന്റെ നഴ്സറിയിലേക്ക് പോന്നു. പക്ഷെ നമ്മൾ ഈ ഒരു വർഷം തികഞ്ഞില്ല. പക്ഷെ ആ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ രണ്ടുപേരും ഈ ഓപ്പോസിറ്റ് ഷിഫ്റ്റും കുട്ടായെയും കൊണ്ട് പാപ്പു ഉണ്ടായിരുന്നു. കുട്ടായെയും കൊണ്ട് നമ്മള് പ്രാമയിലും. ഓക്കെ, മമ്മി ഒന്ന് പറഞ്ഞോട്ടെ പാപ്പു. കുട്ടായെയും കൊണ്ട് നമ്മള് ഈ വിന്ററിന്റെ സമയത്ത് തണുപ്പത്തും ഒക്കെ പോയ സമയങ്ങളുണ്ട് അല്ലേ? അത് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. അത് എപ്പോഴും പേരന്റിങ് എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. പക്ഷെ അതൊരു നമുക്ക് ഒരു ഹാപ്പി മൊമെന്റ്സും കൂടാണ് അല്ലേ? അതാണ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നാളെ ഇവരൊക്കെ വളർന്ന് യൂണിവേഴ്സിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പം ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. അവരുടെ പപ്പായും മമ്മിയും അത്രയെങ്കിലും ചെയ്തില്ല അവർക്ക് വേണ്ടി, എടുത്ത് വെച്ചു, അവരുടെ മെമ്മറീസ് എടുത്ത് വെച്ചു എന്നുള്ള ഒരു ഇത് അവർക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ ടീച്ചേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പ്രസൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തു. ഫ്രൈഡേയില് പാപ്പുവിന്റെ ഇതൊക്കെ കിട്ടിയായിരുന്നു. ബുക്ക് കിട്ടി. അപ്പൊ അതിനുള്ള നമുക്ക് അവളുടെ ടീച്ചറിനുള്ള ഗിഫ്റ്റ് ഓൾറെഡി നമ്മൾ കൊടുത്തു. അതങ്ങനെ കമ്പൽസറി ഒന്നും ഇല്ല കൊടുക്കണമെന്ന്, പക്ഷെ നമ്മുടെ ഒരു സന്തോഷം അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സറി എനിക്ക് തോന്നുന്നു ഈ പിള്ളേരുടെ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്കിപ്പോ അവർക്ക് ഈ നഴ്സറി കഴിയുമ്പോൾ ഒരു ബുക്ക് തരും. അവരുടെ ഈ ഒരു വർഷത്തെ എല്ലാ പരിപാടിയോടെ വെച്ചുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്ക് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇവർ എന്തോരം ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്തിട്ടുണ്ടെന്ന്. കമ്പയർ ടു നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇവിടുത്തെ പിള്ളേർക്ക് അവര് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും അതിനകത്തുള്ള വലിയൊരു പങ്കുണ്ട്. വലിയൊരു പങ്കുണ്ട്. കാരണം ആ ഒരു കിച്ചണിൽ എന്തൊക്കെ ചെയ്യണമെന്നും കട്ടിങ്ങും ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വരെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് അവര് ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് ഇവിടുത്തെ തലമുറ അവരെടുക്കുന്നത്. പാപ്പു ആണെങ്കിലും മലയാളം മാത്രമേ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് കൊണ്ട് പാപ്പുവിന് അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് അവൾക്ക് ഇപ്പൊ കുറച്ചൊക്കെ അവൾക്ക് വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു. അപ്പൊ ബെക്കി തന്നെ പറഞ്ഞല്ലോ ഒത്തിരി പാപ്പുവിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതായത് വന്നപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് പിള്ളേരുടെ ഒരു വർഷമൊക്കെ ഒരു കൂടെ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ബെറ്റർ ആയെന്നാണ് ബെക്കി ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ അവളുടെ പേരിന്റെ ലെസ്ലി എന്നുള്ളതിന്റെ എല്ല് അത് അവൾക്ക് എഴുതാൻ വേണ്ടി അവള് പഠിച്ചു. അതെ ഒത്തിരി മാറ്റങ്ങൾ നഴ്സറിയില് പഠിച്ചതിന്റെ ആയിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ. ഇവിടെ ഈ നഴ്സറിയിൽ ആകെയുള്ളൊരു പ്രശ്നം, വണ്ടി വരുമ്പം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ നിർത്തി കൊടുത്ത് വേണം പോകാൻ. ഇതാണ് നഴ്സറി ആവാറായി. രാവിലെ നല്ല തിരക്ക് കാണും. കാരണം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമല്ലേ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ. മിക്കവാറും ഡോർ അടിച്ചു കാണും. ഡോർ അടച്ചിട്ടില്ല പാപ്പു, ഡോർ അടച്ചിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാണ് പാപ്പുവിന്റെ നഴ്സറി. ഇതാണ് നമ്മുടെ നഴ്സറി. വിട്ടു സമയം പോയി പെട്ടെന്നാട്ടെ.
അവർക്കറിയാം നമ്മൾ ലേറ്റ് കമേഴ്സ് അല്ലേ, അതുകൊണ്ടാണ്. വേഗാട്ടെ. അതെ. പാപ്പു ബൈ. നീയും പോകുന്ന നഴ്സറിയില്? നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ചിഞ്ചുമോളെ നഴ്സറി കൊണ്ട് വിട്ടു പാപ്പുനെ അല്ലേ. ഇനിയിപ്പോ നമ്മുടെ മീറ്റ് ടൈമാ. പക്ഷെ കുട്ടായില്ലേ? ഓ അതിവിടെ ഉണ്ടായിരുന്നല്ലേ, അതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. പക്ഷെ റിസപ്ഷനിൽ കയറുമ്പോ ഫുൾ ടൈം അല്ലേ, വൈകിട്ട് 3 മണി വരെ ഉണ്ട്. പക്ഷെ ശരിക്കും പിള്ളേർക്ക് അതാണ് ഇഷ്ടം. കാരണം 3 വരെ ഉള്ളോ? ഞാൻ പറഞ്ഞിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു 8 മണി വരെ ആക്കണം. അതാകുമ്പോ അല്ലേ 6 മണിക്ക് കൊണ്ടുവരുന്നു, നേരെ കുളിപ്പിക്കുന്നു, കഴിപ്പിക്കുന്നു, 8 മണിക്ക് ബെഡേ കയറ്റുന്നു. നല്ല ടൈമിംഗ് അല്ലേ? നല്ല ടൈമിംഗ്. പിള്ളേർക്ക് ശരിക്കും അതാണ് നല്ലത്. കാരണം അവർക്ക് അവരുടെ ഫ്രണ്ട്സിനോട് കളിക്കാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തോ മാക്സിമം നമ്മുടെ ഗാർഡനിൽ ഇറങ്ങി ഒന്ന് കളിക്കും, അല്ലെങ്കിൽ പുറത്തൊന്ന് പോയി. പിന്നെ കൂടുതൽ ഒരു TV കാണാതിരിക്കുന്നതിലും ഏറ്റവും നല്ലത് ഇങ്ങനെ നഴ്സറിയിലൊക്കെ വന്ന് കളിക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാണല്ലോ പാപ്പു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ ബുക്ക് കൊണ്ടുവന്നില്ലേ, ലാസ്റ്റിലത്തെ ബുക്ക്, അത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വന്നു. കാരണം ആദ്യം അവള് പോയ ദിവസവും പെട്ടെന്ന് ഒരു വർഷം അല്ലേ റിസപ്ഷനിലോട്ട് കയറാൻ പോവാന്നുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാൻ അവൾ അത്രയും മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അവളുടെ ആ ഒരു സംസാരവും ഒത്തിരി ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം നഴ്സറി വന്നതിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പാപ്പു ജനിച്ചപ്പോൾ നമ്മളും ഫസ്റ്റ് ടൈം പേരൻസ് ആവുമായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ഒരു ഫസ്റ്റ് ടൈം എല്ലാ എക്സ്പീരിയൻസ് ആണ് നഴ്സറി. പിള്ളേരായിട്ടുള്ള മിംഗ്ലിങ്, നല്ലതായിട്ടുള്ള സംസാരം, അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ബെറ്റർ ആയി. അവളുമായിട്ടുള്ള നമ്മളോട് വന്നുള്ള ബിഹേവിങ്ങും. ശരിക്കും പാപ്പു പറയാറില്ലേ, പാപ്പ അവിടുത്തെ ഓരോ ദിവസവും വന്നിട്ട് ഓരോ കഥകൾ പറയും അല്ലേ, നഴ്സറിയിലെ അവരിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഒക്കെ നമ്മളോട് പറയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഒരു വളരെ സന്തോഷമുണ്ട്. സന്തോഷവും പിന്നെ നമുക്കൊരു പ്രൗഡാണ്. കാരണം 1 ഇയർ അവൾ അച്ചീവ് ചെയ്തു നഴ്സറി. ഇനി അവൾ പോകാൻ പോകുന്ന റിസപ്ഷനാ. പിന്നെ അവൾക്ക് നല്ല റിപ്പോർട്ട് കിട്ടി നഴ്സറി ടീച്ചറിൽ നിന്ന്. ഇന്നലെ ഹെൽത്ത് വിസിറ്ററിന്റെ വിസിറ്റ് ഉണ്ടായിരുന്നു. വിസിറ്റ് എല്ലാം നമ്മൾ പോയി കണ്ടു. അപ്പോൾ അതിൽ നിന്നാണെങ്കിലും അവര് എല്ലാം നല്ല ഇതായിട്ടാണ് പോകുന്നത്, നല്ല സ്കോറാണ് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മളുടെ പേരന്റിങ്ങും എല്ലാവർക്കും പാകപ്പിഴകളുണ്ട്, നമുക്ക് അതിൻ്റെതായ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. എന്നിൽ നിന്നാലും നമ്മളെ കഴിവത് അല്ലേ ഒരു ആളെ നമ്മൾ ചെയ്തോണ്ട് വരുമല്ലേ. അപ്പം നമുക്ക് കുട്ടായിക്കും അങ്ങനെ നോക്കാം. നമുക്കിപ്പോ ഇതൊക്കെ കുട്ടായി നന്നായിട്ട് വിശന്നിരിക്കായിരിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇച്ചാനോ? നമ്മൾ എന്ത് കഴിക്കും ഇച്ചായ? നമ്മൾ കഴിക്കും, ഇഷ്ടം പോലെ ഫുഡില്ല. നമ്മൾ അപ്പം കഴിക്കും. അതെ. ഇതാണ് ലോങ് ഫർലോങ് പ്രൈമറി സ്കൂൾ പാപ്പുവിന്റെ. ഈ നഴ്സറിയിലാണ് പോകുന്നത്. ഈ സെയിം സ്കൂളിൽ തന്നെയാണ്, പ്രൈമറി സ്കൂളിലാണ് ഇനി റിസപ്ഷൻ തുടങ്ങുന്നത്. നഴ്സറിയുടെ എൻട്രൻസ് ഈ കാണുന്ന ചെറിയ ഡോറായിരുന്നു. പക്ഷേ ഇനി മുതൽ റിസപ്ഷൻ വരുമ്പം ഈ ഡോർ, അതായത് ഇപ്പുറത്ത് കാണുന്ന ഈ ഡോറിൽ കൂടെ ആയിരിക്കും, അപ്പുറത്ത് ഇതില്ല, അതിൻ്റെ പുറകെ കൂടി വേറൊരു ഡോറുണ്ട്, അതിൽ കൂടെ ആയിരിക്കും പിള്ളേരൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് വേറെ മിസ്സിംഗ് ഒന്നും വരത്തില്ല. സെയിം പ്രൈമറി സ്കൂൾ ആയതുകൊണ്ട് അവരുടെ സെയിം ഫ്രണ്ട്സും ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ടീച്ചേഴ്സും സെയിം ആണ് വരാൻ പോകുന്നത്. നഴ്സറിയിലുള്ള ടീച്ചർ തന്നെയുണ്ട്. പറഞ്ഞ നല്ലൊരു ടീച്ചർമാർ രണ്ടുപേരും അല്ലേ, ബെക്കിയും ട്രേസി. നന്നായിട്ട് പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഓരോ പിള്ളേരുടെ കഴിവനുസരിച്ച് അവരോട് പെരുമാറാനും ഒക്കെ ഒരു നല്ലൊരു ഇതായിരുന്നു. കുട്ടായി അത് തന്നെ എഗ്രി ചെയ്യുന്നു. പിന്നെ നമ്മള് ഇപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ശരിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളതില് നമ്മളിപ്പോ നമുക്ക് നിയർ ബൈ ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരു 3-4 നഴ്സറി ഉണ്ട്. പക്ഷെ ഉള്ളതില് നല്ലൊരു നഴ്സറിയാണ് ഈ ലോങ് ഫർലോങ് എന്ന് പറയുന്നത്. നല്ലെന്ന് പറഞ്ഞാല് നല്ല നമുക്ക് എളുപ്പം അതായിരുന്നു. കാരണം നമുക്ക് 10 മിനിറ്റ് പോലും ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടായി കൊണ്ട് വരാനും നടന്നു വരാനും 10-15 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമായിരുന്നു, എല്ലാം കൊണ്ടും എളുപ്പമായിരുന്നു. തണുപ്പത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പാപ്പു, നാളെ നീ ഈ വീഡിയോ കാണുമ്പം പപ്പായും മമ്മിയും ഇതെങ്ങനെ എടുത്തു എന്നൊക്കെ അന്ന് നീ ഞങ്ങളോട് ചോദിക്കണം. അപ്പൊ നമ്മൾ പറയും എങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം എന്നൊക്കെ, കേട്ടോ? ശരിക്കും ഒരു ഓർമ്മയാണ് ഇതൊക്കെ. കാരണം കുഞ്ഞുങ്ങൾ വളരുന്ന അനുസരിച്ച് നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ഒന്നും കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിലെ ഒരു വീഡിയോയോ അല്ല, നമ്മുടെ കുഞ്ഞെടുത്ത് ഫോട്ടോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളുടെ
ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ മാതാപിതാക്കളോട് സംസാരിച്ചതെന്നും അവർ നമ്മളെ എങ്ങനെയാണ് സ്കൂളിൽ വിട്ടതെന്നും ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോഴത്തെ തലമുറയ്ക്കെങ്കിലും നമ്മളിങ്ങനെയുള്ള വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്കിത് കാണാനുള്ള ഒരു സാഹചര്യം നമുക്കൊരു ഒരുക്കി കൊടുക്കണം. കാരണം അവർ വലുതാകുമ്പോൾ അവർക്കിത് കാണാം. അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അവർക്ക് വലിയ സന്തോഷമായിരിക്കും അന്നത്തേക്ക്, ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അല്ലേ. എല്ലാവർക്കും പോസിബിൾ അല്ലായിരിക്കും, കാരണം നമ്മുടെ ഡ്യൂട്ടി ടൈമും ലൈഫിലെ ബിസിയും അങ്ങനെയൊക്കെ കാണും. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ അതെ. നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കുട്ടായിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 11:45 വരെയാണ് നഴ്സറി. അന്നേരം ചെന്ന് നമ്മൾ എടുക്കും. ഇനി നിന്റെ പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അത് അങ്ങോട്ട് ചെല്ലുക, ഉണ്ടാക്കുക. ഡിന്നർ ഞാനല്ലേ ഇന്നലെ കുക്ക് ചെയ്തേ. അതുകൊണ്ട് ഇപ്പൊ എന്നെ കുഴപ്പമില്ല. നമ്മളെല്ലാം ഒരു നല്ല അടിപൊളി ചൂട് പാലപ്പം കൊണ്ട് ഉണ്ടാക്കുക, മുട്ടക്കറി അടിപൊളി, ഒരു ചായ, അത് മതി, ധാരാളം. അത് മതിയോ? ചെല്ലടേ കൂട്ടായ വിശന്നാ. അങ്ങനെ നഴ്സറിയിലെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പോട്ടെ, വണ്ടി ലോക്ക് ചെയ്യട്ടെ. ചേച്ചി എവിടെ പോയി? കുട്ടായിക്ക് ഇനി സമയമുണ്ട്. അതെ അതെ അതെ. കുഞ്ചുമോളെ, ഇതാ പാപ്പന്റെ ബുക്കല്ലടി? ഈ ബുക്കാണ് നമ്മൾ മുമ്പ് പറഞ്ഞേ. പിക്ചർ കണ്ടോ? അതെ അതെ അതെ. അതൊന്നും തുറന്നേ, അത് സാരമില്ല. അടുത്ത പേജ് എടുത്തേ. പഠിച്ച അതെ, ആ എല്ലും ഒക്കെ അല്ലല്ലേ അവളുടെ ആ ഒരു അത് തന്നെ ഞാൻ പറഞ്ഞേ. നന്നായിട്ട് അവരെ ഫസ്റ്റ് ലെറ്റർ എഴുതിപ്പിക്കാനും ഒക്കെ ഒരു ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ? അതെ, ഓരോ ദിവസം വരുമ്പോ പറയും ഇതാണ്ടാ ഇലയൊക്കെ അല്ലേ ഇത്? അതെ, അവള് പറക്കി വെച്ച ഇലയൊക്കെ ഉണ്ടോ അതൊക്കെ, അത് കളർ ചെയ്ത് അതിനകത്ത് വെച്ച് അവര് തന്നെ. രസമാണ്. ഒത്തിരി പിക്ചേഴ്സും ഉണ്ട് അല്ലാതെ. ഇവള് ചെയ്ത പോലീസ്മാന്റെ വേഷത്തിൽ നിൽക്കുന്നുണ്ടോ? പിന്നെ അവിടെ വേറെ എന്താ ശരിക്കും ആ ബുക്ക് നമുക്ക് നോക്കുമ്പോ ഒരു സന്തോഷം തോന്നും അല്ലേ? അവളിൽ നിന്ന് നമുക്ക് ഒത്തിരി സന്തോഷം ആ ബുക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ചെന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി ചെയ്യിപ്പിച്ചതും. ഇവരെ പുറത്തു കൊണ്ടുപോയവരെ ടേപ്പിസ്ട്രി നമ്മൾ കണ്ടില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് അല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യമായിട്ട് അവൾ ഒറ്റയ്ക്ക് പുറത്ത് വരും നമ്മളില്ലാതെ ടീച്ചേഴ്സുമായിട്ട്. അപ്പൊ എങ്ങനെയാ അവൾ ഓക്കെ ആവുമോ എന്നൊക്കെയാണ്. പക്ഷെ അത് ഓക്കെ, കുഴപ്പമില്ല. അവരൊന്നും കൺസേൺ ആയിട്ട് പറഞ്ഞില്ല. ബ്ലാക്ക് സ്പൈഡർ ബൈ ലെസ്ലി. രസമാ. അവിടുത്തെ ഓരോ പിള്ളേരുടെ ഓരോ ഇനി കൊറേ പിക്ചേഴ്സ് കേട്ടോ. അതിനകത്തെ ഫോട്ടോസ് ഒക്കെയാണ്. പാപ്പുവിന്റെ ബർത്ത്ഡേ, പാപ്പുവിന്റെ 4th ബർത്ത്ഡേയുടെ അടിപൊളി. ഇത് അവര് നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ. നമ്മള് കേക്ക് ഒന്നും കൊടുത്തു വിട്ടില്ല. നമ്മള് കൊറേ ചോക്ലേറ്റ്സും പിന്നെ എന്താ മഫിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തുവിട്ടെ. പക്ഷെ അവര് കേക്ക് ആരാണ്ട് ബേക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫ്രൈഡേയില് എല്ലാ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് മേക്ക് ചെയ്തത് ലിസിയുടെ പപ്പയാണ്. അത് പറഞ്ഞിട്ട് ലിസിയുടെ ഡാഡിന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് കൊടുത്തു. യൂട്യൂബ് ഒക്കെ വെക്കുന്നേ. ഹലോ, നീയാണോ യൂട്യൂബ് വെക്കുന്നേ? ഇതുണ്ടോ പാപ്പുവിന്റെ സ്പോർട്സ് ഡേക്ക് ഫസ്റ്റ് കിട്ടിയത് ലെമൺ സ്പൂണോ? ഓട്ടത്തിന് എന്തിനോ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ലെമൺ സ്പൂൺ ആയിരുന്നല്ലേ? ലെമൺ സ്പൂൺ ആയിരുന്നു. അതെ അതെ അതെ. കുറേ ഫോട്ടോസ് ഉണ്ട്. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കണം. അവള് വലുതാകുമ്പം അവളൊക്കെ ഒന്ന് നോക്കട്ടെ അല്ലേ? അവള് ചെയ്ത ആക്ടിവിറ്റീസും. അതിനകത്തുണ്ട് മണ്ണ് കളിക്കുന്ന നോക്കി. മണ്ണകത്ത് നമ്മള് പണ്ട് മണ്ണൊക്കെ ചുട്ട് കളിക്കുന്ന പോലെ തന്നെ. റിപ്പോർട്ട് കൊടുത്തപ്പോഴും പറഞ്ഞു ഏറ്റവും കൂടുതൽ മണ്ണാട്ട് കളിക്കാൻ ഇഷ്ടമാണ്.
കുട്ടായി കുട്ടായിയേ ഇതാരുടെയാ? കുട്ടായി കുട്ടായി പപ്പയ്ക്ക് ആടാതെ ഇത് ആരുടെയാ ചേച്ചിയുടെയാ. ചേച്ചിയാണോ? ആ താങ്ക് യു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ബോയ് പറയാൻ ഇങ്ങനെ കൈ വെക്കും. ഗുഡ് ബോയ്. ഒരു ഫ്ലൈങ് കിസ് വന്നേ പപ്പയ്ക്ക്. ഫ്ലൈങ് കിസ് തന്നെ. ഒരു ഫ്ലൈങ് കിസ് വന്നേടാ. ആ ഉവ്വ. ആ ടാറ്റ വന്നേ പപ്പയ്ക്ക്. പപ്പയ്ക്ക് ടാറ്റ വന്നേ. അങ്ങോട്ട് അപ്പായിക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക. ഫ്ലൈങ് കിസ് വന്നേ, ഫ്ലൈങ് കിസ്. ആ പപ്പയ്ക്ക് ഫ്ലൈങ് കിസ്. പപ്പയ്ക്ക് ഫ്ലൈങ് കിസ്. ഇങ്ങോട്ട് നോക്കിത്താ. ഫ്ലൈങ് കിസ് വന്നേ. ആ ഓ ഇനി ഫുള്ള് ഫ്ലൈങ് കിസ് കേട്ടോ. മാറിയതൊന്നു ഞാൻ മമ്മേന്ന് വിളിച്ചേ. മമ്മ നീ പറഞ്ഞ അപ്പോ മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് ഇത് ബന്നോ എടി എന്നാണ് നീ പറഞ്ഞേ? ഷോ ഇത്രയും ധൈര്യം എന്റെ ചാൾ ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓ അയ്യേ കാണിച്ച് നോക്കട്ടെ. എന്റെ അമ്പോ തന്നെ ഇത് കാണുന്നില്ല. എന്റെ പൊന്നെ ഇതിലും വലിയ ഇതാ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കാണിച്ചേ. ഇതാ ചിക്കൻ എടുത്ത് ബ്രെഡിൽ അടക്കി വെച്ചിട്ട് ഒറ്റ കടി. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പാപ്പുവിൻ്റെ ലാസ്റ്റ് ദിവസം പാപ്പു 1 വർഷം പഠിച്ച, അതായത് അവരുടെ കളർ ബുക്കും അതുപോലെ തന്നെ അവൾ വരച്ച ചിത്രങ്ങളും എല്ലാം തിരിച്ച് അവളെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു പ്രസൻറ്റേഷൻ പോലെ അവർ ചെയ്തതാണ്. അത് പാപ്പുവിനെ ഫ്രണ്ടിൽ നിർത്തി ഒരു ടീച്ചർ അവൾക്ക് ആ പ്രസൻറ്റ് അവളെ ഏൽപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാപ്പു വളരെ സന്തോഷത്തോടെ അത് മേടിച്ച് അത് കുട്ടായുടെയും മമ്മിയുടെയും കൊണ്ട് കൊടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ബാ പപ്പ അവിടെ ഉണ്ട്. ബാ ഇതാരാ തന്നേ? ബെക്കിയോ? പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. ആ മറ്റേ ഫ്രണ്ട്സ് ഇല്ലേ അമ്മമ്മനെ ഹാപ്പിയില് ഞാൻ പോയി. ആണോ? ഒരു മാസം അവധിയാ. അടിപൊളി. എന്റെ പൊന്നെ ശേഖരിക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇനി 1 മാസം തകർപ്പായിരിക്കും. പാപ്പു ഇനിയിപ്പോ 1 മാസം തകർപ്പായിരിക്കുമല്ലോ. അയ്യോ നാട്ടിലെ അതെ അയ്യോ ഇന്ന് എങ്ങോട്ടായിരുന്നു നഴ്സറി? പാപ്പു എങ്ങോട്ടായിരുന്നു നഴ്സറി? എനിക്ക് പോകണ്ടെന്നോ? എന്നാ വീട്ടിൽ പോവാം. വേണ്ടേ? വേണ്ട കുഞ്ഞേ. നമ്മുടെ നഴ്സറിയിലെ ലാസ്റ്റ് ഡേ അങ്ങനെ നമ്മൾ സന്തോഷകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു.